വിവാഹത്തിന്റെ തലേദിവസം രാത്രി എന്തിനാ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? എന്നെ ഇഷ്ടമില്ലഞ്ഞിട്ടാണോ ഈ വിവാഹം വേണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ല. വിവാഹത്തിന്റെ തലേന്നാൾ രാത്രി ഉണ്ണിയേട്ടൻ എന്റെ മുറിയിൽ വന്നിരുന്നു. എന്താ ഉണ്ണിയേട്ടാ? എന്ത് പറ്റി ഉണ്ണിയേട്ടന്? പറയൂ. നമ്മുടെ വിവാഹം നടക്കില്ല അമ്മേ. എന്താ ഉണ്ണിയേട്ടനെ പറയണേ? സത്യമാണ്, അത് നടക്കാൻ പാടില്ല. എനിക്കറിയണം എന്തുകൊണ്ട്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിൽ ഒരു ആഘോഷം നടക്കാൻ പോണേന്റെ സന്തോഷത്തില് അച്ഛനും മറ്റെല്ലാവരും. അവരോട് എന്ത് പറയും? പറയണം, നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന്. അത് നടന്നാൽ പലതും നമുക്ക് കാണേണ്ടി വരും, പലതും നമുക്ക് നഷ്ടപ്പെടും. കൂടുതൽ നിന്നോട് ചോദിക്കരുത്, എന്നെ ശപിക്കരുത്. ഉണ്ണി ആരെയോ ഭയപ്പെട്ടിരുന്നു. ആരെ? അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. സത്യ, അവൻ ഭയപ്പെട്ടിരുന്നവനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നു മുതൽ ഞാൻ കൊട്ടാരത്തിന് തെക്ക്, നീ കൊട്ടാരത്തിന് വടക്ക്. ഓക്കെ? ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പൂങ്കാറ്റിൽ നിശ. എന്തത്? മാർഗമെന്നില്ലയോ? പണ്ടാടക്കാൻ കിണ്ടിയായിരുന്നോ? പേടിപ്പിച്ചോളുന്ന മനുഷ്യനെ. എടാ, നീ വെറും കിണ്ടിയാണെങ്കിൽ ഞാൻ വെറും തെണ്ടിയാ. ചിലപ്പോ തിരിച്ചു വരായിരിക്കും. വാടാ വാടാ വാടാ. നീ എവിടെ വരാൻ? നീ വെറും കിണ്ടി. അയ്യോ, ആരാണെങ്കിലും മുമ്പോട്ട് വേണം. ധൈര്യമുള്ള വേണ. കല്ലൂർ കട വർക്കിയ പറയുന്നത്. സാറേ സാറേ സാറിന് പറഞ്ഞു എനിക്ക് പ്രാണന്റെ വശമാണെന്ന്. സാറേ സാറേ ചത്തോ? സംവിധായകൻ പേടിച്ച് ചത്തുപോയേ. അപ്പൊ എന്റെ വേഷം സക്സസ്. വണ്ടി എന്നാ കൂടോത്രമുള്ള വീടാ. ഇവനാണ് എന്നെ കിണ്ടിയോണ്ട് വിളിക്കുക. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ട, യമുനയെ കൊല്ലാൻ വന്നവനെ ഞാൻ കണ്ടു. അവനിപ്പോ ഒരു മുറിക്കകത്ത് കയറിയുണ്ട്. പുറത്തുനിന്ന് വാലടച്ച് കുറ്റിയാണ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോയ കൈയോടുകൂടി പൊക്കാം. വാ. അവൻ എഴുതുണ്ട്. അയ്യേ ബാലേട്ട, പൊട്ടേട്ടൻ. ഇവനാള് കൊള്ളാലോ. ഒരു ലൈഫ് കൊടുക്കാം. ചക്ക വീണ ഇവിടെ കണ്ടുപോരുത്. എവിടെങ്കിലും വെക്കോ. ഇനിയിപ്പൊ ബസ് കിട്ടുമോ എന്തോ. അതെ പൊട്ടേട്ടാ, ഒന്ന് നിന്നേൻ. സന്തോഷായല്ലോ. ഒന്ന് രഹസ്യമായി കാണണട്ടോ. ഒന്ന് രഹസ്യമായി കാണണോന്ന്. വാതില് കുറ്റിട്ടതിന്. ബാലേട്ടന് മാറാശ്ശേരി മനയിൽ എന്താ വില എന്നറിയാമോ? തിരുമേനിക്ക് ഇപ്പൊ ബാലേട്ടന് കേട്ട ജീവനാ. തിരുമേനിക്ക് മാത്രല്ല, മോൾക്കും. മോളോ? ഏത് മോള്? ഈ നമ്പർ എന്നോട് വേണ്ട ബാലേട്ടാ. എന്തുട്ടോണ്ട കടി? എന്തുട്ട കടി? കടിക്ക് പരിപ്പട.
എന്റെ പൊന്നു ബാലേട്ടൻ, ഞാൻ സത്യമായിട്ട് പറയാ, അവള് നല്ല പെണ്ണാ. ബാലേട്ടൻ വേണമെങ്കിൽ അവളെ കെട്ടിക്കോ. ബാലേട്ടന് തടസ്സാണെങ്കിൽ അനിയത്തി ഞാൻ കെട്ടിക്കോളാം. എനിക്ക് അങ്ങനെയുള്ള അഹംഭാവൊന്നുമില്ല. അയ്യടാ കെട്ടാൻ പറ്റുന്ന മോന്ത. മോന്തയ്ക്ക് എന്തൊരു കുഴപ്പം? ഇത്തിരി നിറം കൂടിയല്ലേ ഉള്ളൂ. രാമനും സീതയും വന്നാലും ഹനുമാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? അതിന് ഉദാഹരണമാണ് ജയ് ഹനുമാൻ. എത്ര ആൾക്കാരെ കാണണേ? ബാലേട്ടാ, നമ്മുടെ ഭാര്യമാർ വരുന്നു. ആ പൊട്ടം കിടന്ന് എന്തൊരു വിളിയായിരുന്നു. എന്താ? തമ്പരാട്ടിമാരുടെ കാര്യം പറഞ്ഞ് നാക്ക് ചുരുട്ടുകൂട്ടി അകത്തേക്ക് ഇട്ടുള്ളൂ. എന്താ ഞങ്ങളെ പറ്റി ഇത്രയ്ക്ക് പറയാൻ? പറയട്ടെ ബാലേട്ടാ? ഒന്നും മിണ്ടാണ്ടിടാ. എന്താ കാര്യം? അയ്യോ, അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു കല്യാണക്കാരിയാ. കല്യാണക്കാരിയോ? അതെ, എന്റെയും ബാലേട്ടന്റെയും കല്യാണക്കാരിയാ. ഇവന് വട്ടാ. ഞങ്ങള് പോട്ടെ. ആ, മണിക്കുട്ടി അങ്ങോട്ട് പോവാ. കാവിലേക്കാ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നേർച്ചുള്ള ദിവസാ. പേടിക്കണ്ട, കൂട്ടിന് ഞാനുണ്ട്. ബാലേട്ടൻ പറഞ്ഞില്ലേ ചേച്ചിയോട് ഒറ്റയ്ക്ക് എവിടെയും പോരുതെന്ന്. ഇനി ധൈര്യമായിട്ടിരുന്നു. ഞങ്ങള് വരട്ടെ കൂടെ ഒരു കമ്പനിക്ക്. അല്ലെ, ഈ സീത കാട്ടി പോയപ്പോ രാമനും ലക്ഷ്മണനും കൂടെ പോയ പോലെ എല്ലാം കൂടി ജോലിയാക്കാം. നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വായിച്ചു പോവാം. ഇവളെല്ലാരും അടിക്കാൻ ബാലേട്ടുള്ള അടിക്കാരുടെ മോളോ? ബാലേട്ട ഞങ്ങളെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഓ, ഒരു കുട്ടി ഉണ്ടായുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. സുധാകര കൊത്തി കൊത്തി മുറത്തക്കറി കൊത്തി തുടങ്ങിയല്ലോ. എന്താടാ കല്ലൂർക്കാടന്മാരെ കണ്ടപ്പോ ഒരു ഇളക്കം? അമ്മയുടെ മുലപ്പാൽ കുടിച്ചുള്ളമാരാണ് വാടാ മുട്ടാൻ. എന്താടാ നിന്ന് കളഞ്ഞാൽ നിന്റെ കാലുമെന്ത് ആണിപ്പുണ്ണുണ്ടോ? നിന്നെ എടുത്തോളാ. എടുക്കണെങ്കി ഇപ്പൊ എടുക്കണേ. ചെറുപ്പത്തിൽ അമ്മ എടുത്താലും എടുത്തിട്ടില്ല. പേടിച്ചു പോയി പേടിത്തുറമാര്. ഇതുപോലെ ബാലേട്ടാ? ആടതേരും കേട്ടോ നീ ഷൈൻ ചെയ്യണേ. ബാലേട്ടന്റെ ധൈര്യം കണ്ടിട്ട്. ബാലേട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഹീറോ അല്ലേ? ഹീറോ ബാലേട്ടാ. ബാലേട്ടാ, ഒരു ശബ്ദം കേട്ടില്ലേ? അവൻ വന്നു. ആരെ? ഞാനവനെ കണ്ടു. ആരെ? മസ്താൻ. മസ്താൻ. അവൻ എങ്ങോട്ടേക്ക് പോയേ? മനക്കലേക്കെന്നാ തോന്നുന്നത്. ലക്ഷ്യം നിറവേറ്റാതെ മടങ്ങുന്നതല്ല മസ്താൻ. എനിക്കവനെ നന്നായിട്ട് അറിയാം. യമുനയ്ക്ക് ഇന്ന് എന്ത് സംഭവിക്കാം?
സത്യ